റൗണ്ട് ഓഫ് 32-ൽ അർജന്റീനയുടെ എതിരാളികൾ ശക്തരായ കേപ്പ് വെർദെ ആണ്. അപ്പോൾ അർജന്റീന കേപ്പ് വെർദെ മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ശക്തരായ കേപ്പ് വെർദെ എന്നാണ് ഞാൻ പറഞ്ഞത്. ചെറിയ ടീമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നത് ചെറിയൊരു രാജ്യം, ജനസംഖ്യ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യം വേൾഡ് കപ്പിന് എത്തുന്നു. ആദ്യമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ നേടി കേപ്പ് വെർദെ വേൾഡ് കപ്പിന് എത്തുന്നു. വേൾഡ് കപ്പിൽ അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് അടുത്ത റൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ ആദ്യമേ വലിയ രാജ്യം എന്ന് പറയാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവരുടെ റിസൾട്ടാണ്. ഈ ഒരു വേൾഡ് കപ്പിൽ ഇവർ നേടിയെടുത്തിട്ടുള്ള നേട്ടമാണ്. ഇവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പെയിൻ, അതുപോലെ തന്നെ ഉറുഗ്വേ, പിന്നെ സൗദി അറേബ്യ, ഈ ഒരു വമ്പൻ ടീമുകൾ അടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. സൗദിയൊക്കെ ഫുട്ബോളിന് വേണ്ടി എത്രത്തോളം രൂപ സ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ് ഞാൻ പറയേണ്ടതില്ല. 2 വേൾഡ് കപ്പ് നേടിയ രാജ്യമാണ് ഉറുഗ്വേ. ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാര് അവിടെ വലിയ രീതിയിൽ ഫുട്ബോൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്, ഫുട്ബോൾ ഉള്ള ഒരു രാജ്യമാണ്. പിന്നെ സ്പെയിൻ, അറിയാലോ, ഈ ഒരു വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള രാജ്യങ്ങൾ, ടീമുകളിൽ ഒന്നാണ് സ്പെയിൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ട് ഒരു മത്സരം പോലും തോൽക്കാതെ 3 മത്സരവും സമനിലയിൽ പിടിച്ച് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തിട്ടാണ് കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യം റൗണ്ട് ഓഫ് 32-ൽ അർജന്റീനയ്ക്കെതിരെ, നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്കെതിരെ വരുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആദ്യത്തെ മത്സരം, ഈ ഒരു വേൾഡ് കപ്പിലെ ആദ്യത്തെ മത്സരം സ്പെയിനെതിരെയായിരുന്നു. ആ മത്സരം ഇവർ ഗോൾ രഹിത സമനിലയിൽ പിടിച്ചു. അന്ന് വരെ കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യം ഒരു മനുഷ്യനാൽ അറിയപ്പെടാത്ത ഒരു രാജ്യമായിരുന്നു. അതിനുശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ശ്രദ്ധ ഈ ഒരു രാജ്യത്തിലേക്ക് പോകുന്നത്. അവരുടെ ഗോൾ കീപ്പർ ആ മത്സരത്തിൽ 7 സേവുകളായിരുന്നു നടത്തിയിരുന്നത്. വേറെ ലെവൽ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കണ്ടിരുന്നു. 40 വയസ്സുണ്ട് അവരുടെ ഗോൾ കീപ്പറിന്. അതുമാത്രമല്ല, ആ ഒരു സ്ക്വാഡ്, നമ്മൾ ഇന്ത്യ സ്ക്വാഡ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയർ, അതായത് അവരുടെ ആ ഒരു 11-ൽ കളിക്കുന്ന, സ്ഥിരമായിട്ട് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയറിന്റെ വയസ്സ് എന്ന് പറയുന്നത് 25ആണ്. അവരുടെ 11-ൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്ലെയറിന്റെ വയസ്സ്. കുറെ പ്ലെയേഴ്സ്, അവരുടെ ആ ഒരു 11-ൽ സ്ഥിരമായിട്ട് കളിക്കുന്ന കുറെ പ്ലെയേഴ്സ് ക്ലബില്ലാത്ത പ്ലെയേഴ്സാണ്. ഒരു ക്ലബും ഇല്ല, കളിക്കാനായിട്ട് ഒരു ക്ലബും ഇല്ല. അവർ ഫ്രീ ഏജന്റ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. അങ്ങനത്തെ പ്ലെയേഴ്സാണ് ഈ ഒരു വേൾഡ് കപ്പിൽ ഇത്രയും മികച്ചൊരു ഇമ്പാക്റ്റ് സൃഷ്ടിച്ചിട്ടുള്ളത്. പോരാട്ട വീര്യം എന്നൊക്കെ പറയത്തില്ലേ, അതുകൊണ്ട് മാത്രമാണ് അവരിപ്പൊ കാണുന്ന ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുള്ളത്. ഒരു സംശയം കൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ കറുത്ത കുതിരകൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം കൂടാതെ കണ്ണും പൂട്ടി പറയാൻ പറ്റും കേപ്പ് വെർദെ ആണ് എന്നത്. കാരണം ഈ ഒരു ഗ്രൂപ്പ് വന്ന സമയത്ത് അർജന്റീനയുടെ എതിരാളികൾ പ്രീ ക്വാർട്ടറിൽ റൗണ്ട് ഓഫ് 32-ലെ അർജന്റീനയുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഈ ഒരു സ്പെയിനിന്റെ ഗ്രൂപ്പിലെ 2ാം സ്ഥാനക്കാരാണ്. ഒരു പക്ഷേ സ്പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഉറുഗ്വേ ആയിരിക്കും, എന്തിന് ചിലപ്പോൾ സൗദി വരെ കയറാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് ഈ ഒരു കേപ്പ് വെർദെ ഇതുപോലെ ഇത്രയും മികച്ചൊരു പെർഫോമൻസ് നടത്തി അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ വരുമെന്നത്. വേറെ ലെവൽ പെർഫോമൻസ് ആണ് അവർ നടത്തിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ച് ഗോൾ കീപ്പർ 40 വയസ്സ്, ഡിഫൻസിൽ 31, 34, 36, അതുപോലെ വിങ്ങിൽ കളിക്കുന്നവർ 36, ഡിഫൻസിൽ മിഡ് 29. അങ്ങനെ ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് അവർ ഈ ഒരു പോരാട്ട വീര്യം ഇപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മത്സരം ശക്തരായ അർജന്റീനയ്ക്കെതിരെയാണ്. വേൾഡ് നമ്പർ 1 ടീം, ഫിഫ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തുള്ള അർജന്റീനയ്ക്കെതിരെയാണ്. അപ്പോൾ അർജന്റീന കേപ്പ് വെർദെ മത്സരത്തിൽ നമുക്ക് ഇനി അർജന്റീനയുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരാണ് അർജന്റീന. കളിച്ച 3 കളിയും ജയിച്ചു. അവർ 3 കളിയിലും ആധിപത്യത്തോടെ ജയിച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അൾജീരിയക്കെതിരെ, ആസ്ട്രിയക്കെതിരെ എതിരാത്ത 2 ഗോളുകൾക്ക്, പിന്നെ അവസാന മത്സരം 1-നെതിരെ 3 ഗോളിന്റെ ഒരു തകർപ്പൻ വിജയവും സ്വന്തമാക്കിയാണ് അവർ ഈ ഒരു വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 32-ലേക്ക് വന്നിട്ടുള്ളത്. 32-ൽ റൗണ്ട് ഓഫ് 32-ൽ ഉറുഗ്വേ അല്ലെങ്കിൽ സ്പെയിനൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചു നിന്ന സ്ഥലത്താണ് കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാജ്യം വന്നിട്ടുള്ളത്. എന്തായാലും ഓപ്പോസിറ്റ് കളിക്കുന്ന ടീം, അത് ഏത് ടീമായാലും ഗീവ് റെസ്പെക്ട്, അത് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ കണ്ടു അല്ലെ. ചെറിയ ടീമിനെതിരെയാണ് ഈ ഒരു ജർമ്മനി പുറത്തായത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പുറത്താക്കലായിരുന്നു. അതുപോലെ തന്നെയാണ് പല ടീമുകളും പുറത്തായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത്. ചെറിയ ടീം അങ്ങനെ ഒന്നില്ല. വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ടൂർണമെന്റിലേക്ക് കഷ്ടപ്പെട്ട് ക്വാളിഫൈ ചെയ്ത് വരുന്ന ടീമുകളാണ് ഏതൊരു ടീം. അപ്പൊ അങ്ങനെ വരുന്ന ടീമുകൾ അവരുടേതായിട്ടുള്ള ഒരു ഗെയിം ആ ഒരു വേൾഡ് കപ്പിൽ കളിക്കും. മരിച്ചു കളിക്കുക എന്നൊക്കെ പറയത്തില്ലേ, രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്. ക്ലബ് ഫുട്ബോൾ അല്ലേ ഇത്, രാജ്യത്തിന് വേണ്ടിയാണ് കളിക്കുന്നത്, മരിച്ചു കളിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ടീം വലിയ ടീം അങ്ങനെ ഒന്നുമില്ല. ഒരു പക്ഷേ സ്ക്വാഡിന്റെ വലുപ്പം, അതുപോലെ തന്നെ പ്ലേയേഴ്സിന്റെ ആ ഒരു ക്വാളിറ്റി ഒക്കെ വെച്ചിട്ട് ചെറുത് വലുതെന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും
ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ 90 മിനിറ്റ് ആരാണോ പെർഫോം ചെയ്യുന്നത് അവർ ജയിക്കും, അത്ര തന്നെ. ലയണൽ സ്കലോനി അറിയാലോ, കഴിഞ്ഞ വേൾഡ് കപ്പിലായാലും കഴിഞ്ഞ 2 ഒരു കോപ്പയിലായാലും വളരെ മികച്ച പെർഫോമൻസ് നടത്തി അർജന്റീന ചാമ്പ്യന്മാരായി. തുടർച്ചയായിട്ടുള്ള 4ാമത്തെ മേജർ ട്രോഫിയുടെ ലേക്കാണ് ഈ ഒരു അർജന്റീനൻ ടീമിനെ കൊണ്ട് ലയണൽ സ്കലോനി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇനി അങ്ങോട്ട് ഉള്ള നോക്കൗട്ട് മത്സരങ്ങൾ വളരെ വളരെ നിർണായകമായ മത്സരങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കേപ്പ് വെർഡെയുടെ ആ ഒരു മൊത്തം 11ൽ എനിക്ക് ആകെ ആ ഒരു കീപ്പറിന്റെയും 2-3 പേരുടെയും പ്ലേയേഴ്സിന്റെ ഒക്കെ പേരറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ നമ്മൾ നോക്കുന്നത് അർജന്റീനയുടെ വരുന്ന മത്സരത്തിലെ ആ ഒരു 11നെ കുറിച്ചാണ്. അപ്പോൾ 11ൽ വലിയൊരു ചേഞ്ച് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വലിയ ചേഞ്ച് കാണും. പക്ഷെ സാധാരണ ലയണൽ സ്കലോനിയുടെ ഈ ഒരു വേൾഡ് കപ്പിൽ ആദ്യത്തെ 2 മത്സരങ്ങളിലെ ആ ഒരു 11 അത് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു 11 തന്നെയായിരിക്കും. വലിയ ചേഞ്ച് ഒന്നും കാണത്തില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് ആയിരിക്കും. സെന്റർ ബാക്ക് ആയിട്ട് മാർട്ടിനസും അതുപോലെ ക്രിസ്ത്യൻ റൊമേറോ ആയിരിക്കും. ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് പൊസിഷൻ മെദീന. വാട്ട് എ പ്ലെയർ മാൻ, വാട്ട് എ പ്ലെയർ. ഞാൻ ഈ ഒരു വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ആ ഒരു സ്ക്വാഡിൽ ആ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള മെദീന എന്ന് പറയുന്ന താരത്തിൽ മാത്രമാണ് എനിക്ക് ഒട്ടും വിശ്വാസമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നത്. ആളുടെ ഗെയിം ഞാൻ കാണാത്തതുകൊണ്ടാണ്. സാധാരണ ഫ്രഞ്ച് ലീഗിൽ മാഴ്ഫയുടെ പ്ലെയർ ആണല്ലോ, ആളുടെ ഗെയിം ഞാൻ കണ്ടിട്ടില്ല കൂടുതലായിട്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ കൂടുതൽ ആളെ വിശ്വസിക്കുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ ലെവൽ ഗെയിം ആദ്യത്തെ 2 കളി കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, 1.5 മുതലാണ്. ആള് ഡിഫൻസ് ആയാലും ഒഫൻസ് ആയാലും വേറെ ലെവലിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയം കൂടെ പറയാൻ പറ്റും, ലയണൽ സ്കലോനി പ്രോപ്പറായിട്ട് പിക്ക് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ഞാൻ ആ ഒരു അദ്ദേഹത്തിന്റെ ക്ലബിൽ മാൾഫയ്ക്ക് വേണ്ടിയുള്ള ഗെയിമുകളെല്ലാം എടുത്ത് നോക്കി കേട്ടോ. അവിടെ ഒന്നും ആൾ ഇത്രയും അറ്റാക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ല. അവിടെ ആൾ അത്യാവശ്യം നന്നായിട്ട് ഡിഫെൻഡിങ് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ഡിഫെൻഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റാക്കിംഗ് വൈസ് ഇത്രയും മികച്ച ഒരു പെർഫോമൻസ് നടത്തുന്നില്ല. ആ ഒരു കുറെ ഹൈലൈറ്റ്സും കുറെ ക്ലിപ്പുകളും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു. പക്ഷെ അറ്റാക്കിംഗ് വൈസ് അർജന്റീനയിൽ വേറെ ലെവൽ അറ്റാക്കിംഗ് ആണ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിഡിലനായിട്ട് വിങ്ങിൽ പോയിട്ട് കിഡിലൻ കട്ട് ബോളൊക്കെ വെക്കുന്നുണ്ട് ആള്. വേറെ ലെവൽ ഗെയിമാണ് മെദീനയുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. പിന്നെ മറുസൈഡ് ഉള്ളതറിയാലോ, ഗോൺസാലോ മോണ്ടിയലും നഹുൽ മൊളീനിയോ ആണ്. മൊളീന ആയാലും മോണ്ടിയൽ ആയാലും അത്ര മികച്ച ഫോമിലല്ല ഈ ഒരു വേൾഡ് കപ്പിൽ കളിക്കുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഈ ഒരു മാച്ചിൽ എനിക്ക് തോന്നുന്നു മൊളീനയെ കളിപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അവരുടെ പെർഫോമൻസിൽ ഞാൻ ഒട്ടും തൃപ്തനല്ല. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആ നെതർലാൻഡ്സിനെതിരെ മെസ്സിയുടെ കിഡിലൻ അസിസ്റ്റിൽ മൊളീനയായിരുന്നു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അത്ര മികച്ചൊരു ഇമ്പാക്റ്റ് അവിടെ കാണാൻ കഴിയുന്നില്ല എനിക്ക്. ഇനി നമ്മൾ മിഡിലേക്ക് വരുമ്പോൾ അവിടെ ഒരു മാറ്റവും വരാൻ ഉള്ള സാധ്യതയില്ല. കഴിഞ്ഞ മാച്ചിൽ മിഡ്ഫീൽഡൊക്കെ മൊത്തത്തിൽ മാറ്റി, മൊത്തം 9 പ്ലെയേഴ്സിനെ മാറ്റിയിട്ടായിരുന്നു കഴിഞ്ഞ മാച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മിഡ്ഫീൽഡിൽ ലോസെൽസോ, എസെക്കിയൽ പലാസിയോസ് ഒക്കെ കിഡിലൻ കളി കളിക്കുന്ന നമ്മൾ കണ്ടു. കിഡിലൻ ഗോളൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് അതേ മിഡ്ഫീൽഡ് തന്നെയാണ്. അതായത് കഴിഞ്ഞ മാച്ചിലെ അല്ല, അതിന് മുമ്പ് കളിച്ച ഓസ്ട്രിയക്കെതിരെയും അതുപോലെ തന്നെ അൾജീരിയക്കെതിരെയും നമ്മൾ കണ്ട അതേ മിഡ്ഫീൽഡ്. റോഡ്രിഗോ ഡീപോള്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മെക്കാലിസ്റ്റർ, ഈ 3 പേരെ വെച്ചിട്ടുള്ള ആ ഒരു മിഡ്ഫീൽഡ് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അറ്റാക്കിങ്ങിലേക്ക് വരുമ്പോൾ മെസ്സി എന്തായാലും റൈറ്റ് സൈഡ് മെസ്സി കാണും. സെന്റർ ഫോർവേഡ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ ജൂലിയൻ ആൽവാരസും ലൗറ്ററോ മാർട്ടിനസും ആണ് ഉള്ളതെങ്കിലും ലൗറ്ററോ മാർട്ടിനസ് എല്ലാ മാച്ചിലും കളിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിൽ നടന്ന 3 മാച്ചിലും സ്റ്റാർട്ട് ചെയ്തു. ഈ മാച്ചിലും സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് വിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ വലിയ മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ തിയാഗോ അൽമേഡ തന്നെ കളിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു 11 എന്ന് പറയുമ്പോൾ ഈ നമ്മൾ കളി കാണുന്ന സമയത്ത്, അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 4-3-3 എന്ന രീതിയിലേക്ക് മാറുകയും ഡിഫൻസിലോട്ട് വരുമ്പോൾ 4-4-2 എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു സ്റ്റൈൽ ഓഫ് ഗെയിമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സിസ്റ്റമാണ് കാണാൻ പറ്റുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം 4-4-2 വളരെ സോളിഡ് ആയിട്ട് ഡിഫെൻഡിങ് ചെയ്യാൻ പറ്റും. 4-4-2 ഫോർമേഷനിൽ കളിക്കുന്ന ടീമുകൾ ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് ഒക്കെ പ്രോപ്പറായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. അതേസമയം അറ്റാക്കിംഗ് ബേസ് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഫോർമേഷനാണ് ഈ ഒരു 4-3-3 ഫോർമേഷൻ. അറ്റാക്കിങ്ങിന് നന്നായിട്ട് ഗുണം ചെയ്യുന്ന ഒരു ഫോർമേഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും നന്നായിട്ട് ബാലൻസ് ആകുന്നുണ്ട് ഈ ഒരു വേൾഡ് കപ്പിൽ. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. ഈ ഒരു മത്സരത്തിലെ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് അർജന്റീന ജയിക്കും. ഈ അർജന്റീന ടീമിനെ സംബന്ധിച്ച് ഈ മറ്റേ ജർമ്മനിയെ പോലെയോ ഇല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഫ്രാൻസിനെ പോലെയൊക്കെ
ഒരു ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് കൊന്നു കൊല വിളിക്കുക, 5-6 ഗോളൊക്കെ അടിച്ച് അങ്ങ് തകർത്ത് തരിപ്പണാക്കി അങ്ങ് വിടുക. അങ്ങനത്തെ പരിപാടിയൊന്നും അവർ ചെയ്യത്തില്ല. അവർ ഭയങ്കര ഡീസൻ്റാണ്. അവരെ സംബന്ധിച്ച് ചെറിയ മാർജിനിലൊക്കെയാണ് അവർ ജയിക്കാറ്. കൂടിപ്പോയാൽ 3 ഗോള്, അതിന് അത്രയ്ക്കേ പോകത്തുള്ളൂ. അപ്പൊ ആ ഒരു റേഞ്ചിലാണ് അവരുടെ ആ ഒരു പെർഫോമൻസ് വരുന്നത്. പക്ഷെ ഇതൊരു ടൈറ്റ് മാച്ച് ആയിരിക്കും. ഞാനൊരു വലിയ റിസൾട്ടൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു 2 ഗോള്, ഒരു എതിരില്ലാത്ത 2 ഗോളിന്റെ ഒരു സോളിഡ് ആയിട്ടുള്ള വിജയം അർജന്റീന സ്വന്തമാക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം കേബർദയെ സംബന്ധിച്ച് ഈ മത്സരവും സമനിലയിൽ പിടിക്കുക. കാരണം ഗ്രൂപ്പിലെ 3 മാച്ച് അവർ സമനില പിടിച്ചു. ഈ മത്സരവും സമനിലയിൽ പിടിക്കുക എന്ന പ്ലാനുമായിട്ടായിരിക്കും അവർ വരിക. നോ ഡൗട്ട്, അതിലൊരു സംശയം നമുക്ക് വേണ്ട. ഈ മത്സരം എങ്ങനെയും എന്ത് വില കൊടുത്തും സമനിലയിൽ പിടിക്കുക എന്നൊരൊറ്റ പ്ലാനായിരിക്കും അവർക്ക് ഉണ്ടാകുക. എന്നിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കൊണ്ടുപോവുക. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയാലും അർജന്റീനയെ സംബന്ധിച്ച് എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞൊരു വൻ മല അവിടെ ഉണ്ട്. അതിനെ മറികടക്കണം. അതായത് 90 മിനിറ്റിൽ അർജന്റീനക്കെതിരെ ഒരു ഗോൾ അടിച്ച് ജയിക്കുക, അല്ലെങ്കിൽ എക്സ്ട്രാ ടൈമിൽ ഒരു ഗോൾ അടിച്ച് ജയിക്കുക എന്ന് പറയുന്നതിനേക്കാൾ കഷ്ടമാണ് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ എമിലിയാനോ മാർട്ടിനസിനെയും മറികടന്ന് കളി ജയിക്കുക എന്ന് പറയുന്നത്. അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അത് കണ്ടറിയണം എന്ത് സംഭവിക്കുന്നത്. പക്ഷേ പെനാൽറ്റി ഷൂട്ടൗട്ട് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഈ എമിലിയാനോ മാർട്ടിനസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ആ ഒരു സപ്പോർട്ട് ചെയ്ത് പറയുമെങ്കിൽ പോലും പെനാൽറ്റി ഷൂട്ടൗട്ട് ഈസ് എ പെനാൽറ്റി ഷൂട്ടൗട്ട്. അത് ഒരു നിർഭാഗ്യത്തിന്റെ കളിയാണ്. എന്തായാലും പല ടീമുകളും അതിൽ പുറത്താകുന്ന നമ്മൾ കണ്ടു. നന്നായിട്ട് കളിച്ചിരുന്നു നെതർലാൻഡ്, പുറത്തായില്ലേ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ. ജർമ്മനി അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്, അവരും പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പുറത്തായി. അതുകൊണ്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് എന്ന് പറയുന്നത് ഒരു ഭാഗ്യത്തിന്റെ കൂടെ കളിയാണ്. അന്നത്തെ ദിവസം അത് ആർക്കൊപ്പം നിൽക്കുന്നോ അവർ ചിലപ്പോൾ ജയിച്ചു പോകും. അതുകൊണ്ട് തന്നെ 90 മിനിറ്റിൽ തന്നെ കളി തീർക്കുക, അതാണ് ഏറ്റവും സേഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇതില്ലാത്ത 2 ഗോളിന്റെ ഒരു വിജയം, അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അല്ലാതെ കുറെ 5-6 ഗോളൊക്കെ അടിച്ചുള്ള വിജയം എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സാധാരണ അവരുടെ ഒരു ഗെയിം വെച്ചിട്ട് ഇതില്ലാത്ത 2 ഗോളിന്റെ ഒരു സോളിഡ് ആയിട്ടുള്ള വിജയം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലയണൽ മെസ്സി തന്നെ സ്കോർ ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടതിന് ശേഷം അതിൽ ഇട്ടിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ആവശ്യമില്ലാതെ സ്പേസ് നൽകുക. അത് 2 വിങ് ബാക്കേഴ്സ് ആയാലും ശരി, മിഡ്ഫീൽഡേഴ്സ് ആയാലും ശരി, ഒരാവശ്യമില്ലാതെ സ്പേസ് നൽകുക. ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് എതിർ ടീം അറ്റാക്ക് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് ലയണൽ മെസ്സി കണ്ടുപിടിച്ച് കാണും. അത് ആൾ സോൾവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ജൂലിയൻ ആൽവാരസ്, ലൗറ്ററോ മാർട്ടിനസ് ഇവര് ഓപ്പൺ പ്ലേ ചെയ്യുന്ന ഗോളൊന്നും അടിച്ചിട്ടില്ല. ജൂലിയൻ ആൽവാരസ് ഒന്നും നേടിയിട്ടില്ല. ലൗറ്ററോ ആകെ ഒരു ഗോൾ പെനാൽറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് കൂടുതലായിട്ടുള്ള ഗോൾ കോൺട്രിബ്യൂഷൻസ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവർ കുറച്ചുകൂടെ ഫോം ആയി കഴിഞ്ഞാൽ വേറെ ലെവലിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും അർജന്റീന തന്നെ അടുത്ത റൗണ്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.